Hi friends. അപ്പോൾ നമുക്ക് പോവർട്ടിയെ പറ്റി പഠിക്കാം, ദാരിദ്ര്യം. ഓക്കെ, അതിനെ പറ്റി പഠിക്കാം. സോ ദിസ് ഇസ് ദ ഫോർത്ത് ചാപ്റ്റർ ഇൻ പ്ലസ് വണ്ണിലെ എക്കണോമിക്സിലെ ഫോർത്ത് ചാപ്റ്റർ ആണ് ഇത്, പോവർട്ടി എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് പോവർട്ടി? ഓൾ വി നോസ് ഇസ് പോവർട്ടി. സോ പോവർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാരിദ്ര്യം. നമ്മുടെ കയ്യിൽ നമുക്ക് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റാൻ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ നമുക്ക് പോവർട്ടി എന്ന് പറയും. സോ ഹൗ വി ക്യാൻ ക്ലാസിഫൈ പോവർട്ടി? ലെറ്റ്സ് സീ. ഓക്കെ, absolute and relative poverty ഉണ്ട്. ഓക്കെ, absolute poverty means the lack of minimum needs. ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ പോലും നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നമ്മൾ എന്താ പറയുക, absolute poverty എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പൂർണ്ണമായ ദാരിദ്ര്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. Then relative poverty means poverty in comparative sense. That is, comparative sense എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഇല്ലെങ്കിൽ, then that kind of poverty is what known as relative poverty. Absolute poverty means we don't have anything. Even the basic things like food, shelter, water, adonnu nammada kayililla. Food or shelter adonnu namakilla. Then it is absolute poverty. പക്ഷെ മറ്റൊരാളുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് we don't have this thing, in the sense it is relative poverty. അത് relative poverty ആണ്. Okay, so in these two ways we can classify poverty. And who is poor? Poverty എന്ന് പറയുന്ന സമയത്ത് poverty സഫർ ചെയ്യുന്ന ആളുകൾ ആരായിരിക്കും? പാവങ്ങളായിരിക്കും. സോ ആരാണ് പാവങ്ങൾ? who are poor really? Like, let's see. Okay, the people who are living in slums, തെരുവിൽ ജീവിക്കുന്ന ആളുകൾ പാവപ്പെട്ടവരായിരിക്കും. Then street vendors, ഈ സ്ട്രീറ്റിലൊക്കെ വിൽപ്പനയൊക്കെ നടത്തുന്ന ചെറുകിട വ്യാപാരികൾ പറയാൻ പറ്റില്ല, ലൈക്ക് ഉത്സവങ്ങളിലൊക്കെ വന്നിട്ട് വിൽപ്പനയൊക്കെ നടക്കുന്ന ആളുകൾ. സോ സ്ട്രീറ്റ് വെൻഡേഴ്സ് വിൽ ബി ദർ. Servants will be there. Beggars, bhikshakar will be there. So people who living in huts. So കുടിലുകളിൽ ജീവിക്കുന്ന ആളുകൾ. Then landless farmers, ലാൻഡ് ഇല്ലാത്ത ഫാർമേഴ്സ് ഉണ്ട്. നമ്മൾ ഈ നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ കുറെ കാണാൻ പറ്റും. ലാൻഡ് ഇല്ലാത്ത എന്നുവെച്ചാൽ അങ്ങനെ ജോലി ചെയ്യുന്ന ഒരുപാട് ഫാമേഴ്സ് ഒക്കെ ഉണ്ട്. സോ ദേ ആർ പൂവേഴ്സ് റിയലി, പാവപ്പെട്ട ആളുകളാണ്. എന്താണ് ഫീച്ചേഴ്സ് ഓഫ് പോവർട്ടി? ദാരിദ്ര്യം എന്ന് പറയുന്ന സമയത്ത് അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ലെറ്റ്സ് സീ. ഓക്കെ, ദാരിദ്ര്യത്തിന്റെ വിവിധ സവിശേഷതകൾ. ഓക്കെ, സോ മാൽന്യൂട്രീഷൻ വിൽ ബി. ഓക്കെ, വേണ്ട രീതിയിൽ പോഷക ആഹാരങ്ങൾ കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടാവും. മാൽന്യൂട്രീഷൻ പ്രോബ്ലം വിൽ ബി ദർ. കാരണം ആളുകളുടെ കയ്യിലൊന്നും പൈസ ഇല്ലല്ലോ. അബ്സല്യൂട്ട് ബേസിക് ആയിട്ടുള്ള നീഡ്സ് പോലും സാക്ഷാത്കരിക്കാൻ ആരുടെ കയ്യിലും പൈസ ഇല്ല. സോ ആഹാരമൊന്നും ശരിയായ രീതിയിൽ കഴിക്കാൻ പറ്റില്ല, ആരോഗ്യം ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പൊ എന്തുണ്ടാവും? മാൽന്യൂട്രീഷൻ ഉണ്ടാവും. മാൽന്യൂട്രീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോഷകാഹാരത്തിന്റെ ഒരു കുറവുണ്ടാവും. ഭക്ഷണം പോലും കിട്ടുന്നില്ല. അപ്പൊ പോഷകാഹാരം, അത്തരം ഭക്ഷണങ്ങൾ നമ്മൾ എങ്ങനെ പർച്ചേസ്? മാൽന്യൂട്രീഷൻ പ്രോബ്ലം വിൽ ബി ദർ. ലിറ്ററസി, വിദ്യാഭ്യാസത്തിന്റെ ഒരു കുറവുണ്ടാവും അല്ലേ? എന്നുവെച്ചാൽ ലിറ്ററസി പ്രോബ്ലം ഉണ്ടാവും. സാക്ഷരതയുടെ ഒരു കുറവ് വല്ലാതെ സംഭവിക്കും. ഓക്കെ, നമ്മുടെ കേരളം നമ്മൾ എടുക്കുന്ന സമയത്ത് ഇവിടെ ലിറ്ററസി റേറ്റ് കൂടുതലാണ്. കാരണം നമ്മുടെ ബേസിക് നീഡ്സ് നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നു. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഫുൾഫിൽ ചെയ്തതിന് ശേഷം മറ്റൊന്നായ എഡ്യൂക്കേഷനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നു. സോ ലിറ്ററസി റേറ്റ് ഇസ് ഹയർ. പക്ഷെ എല്ലാ സ്റ്റേറ്റിലെയും അവസ്ഥ ഇതല്ല ഇന്ത്യയിൽ. ഓക്കെ, അക്രോസ് നാഷൻസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ കൺട്രീസിലെയും അവസ്ഥ ഇതല്ല, സെയിം അല്ല. സോ ലിറ്ററസി പ്രോബ്ലം ഇസ് ദർ. ലാക്ക് ഓഫ് അസെറ്റ്സ്, കയ്യിലൊന്നുമില്ല, പിന്നെ എങ്ങനെയാണ് ആസ്തി ഉണ്ടാവുക? അസറ്റ് ഇല്ല, ലാക്ക് ഓഫ് അസെറ്റ്സ്. ഓക്കെ, ദാറ്റ് ഇസ് അഗെയിൻ എ സവിശേഷതയാണ്. ഇറ്റ്സ് എ ഫീച്ചർ. അൺഎംപ്ലോയ്മെന്റ്, ജോലി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവും തീർച്ചയായിട്ടും. കാരണം ജോലി ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമുക്ക് പൈസ കിട്ടാത്തത്. പൈസ കിട്ടാത്തതുകൊണ്ടാണല്ലോ നമ്മൾ പൂറായി മാറുന്നത്. ഇതേ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ദരിദ്രരായിട്ട് മാറുകയാണ്. സോ ദർ ഇസ് ദ സോഴ്സ് ഇറ്റ് സെൽഫ് ഇസ് ദർ ഇസ് നോ ജോബ്. നമുക്ക് ജോബില്ല, ജോബ്ലെസ് പീപ്പിൾ, അൺഎംപ്ലോയ്മെന്റ് വിൽ ബി ദർ. ഹൈ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. ഈ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവത്തിന് ശേഷം പോഷകാഹാരത്തിന്റെ കുറവുണ്ടാവും. ആരോഗ്യകാര്യങ്ങളിൽ ശരിയായ രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. കാരണം അതിലും നമുക്ക് വേണ്ട ബേസിക് നീഡ്സ് പോലും നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കൂടും. ഓക്കെ, മെറ്റേണൽ മോർട്ടാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവാനന്തര മരണങ്ങൾ കൂടും. ഓക്കെ, കാരണം വേണ്ട രീതിയിലുള്ള പോഷകാഹാരങ്ങളൊന്നും കിട്ടുന്നില്ലല്ലോ. ദെൻ ഹൈ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, നവജാത ശിശുക്കളും മരിക്കുന്നത് കൂടും ആക്ച്വലി. ഓക്കെ, then no access to electricity, drinking water, sanitation, electricity or water or sanitation facility ഒന്നുമില്ല, ഉണ്ടാവില്ല. ബിക്കോസ് ബേസിക് നീഡ്സ് ആയ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും കിട്ടുന്നില്ല. സോ ദീസ് അഡീഷണൽ നീഡ്സ് ഹൗ വിൽ ബി ദർ? നമുക്കിത് കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നും, ബട്ട് ദർ ആർ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ സഫറിംഗ് ദ സെയിം പ്രോബ്ലം. സോ ഓൾ വി ആർ ഗിഫ്റ്റഡ്.
because we are here, isn't it? നമ്മൾ ഇവിടെ ആയതിന് നമ്മൾ ദൈവത്തോട് നന്ദി പറയാം. So these are the features of poverty. ദാരിദ്ര്യത്തിന്റെ വിവിധ സവിശേഷതകളാണ്. Then this is another important things concerning with this chapter, poverty. So it is that jail cost living index. What is jail cost living index? It is a criteria to measure poverty line. Jail cost living index എന്ന് വെച്ചാൽ poverty line അഥവാ ദാരിദ്ര്യ രേഖ. നിങ്ങൾ റേഷൻ കാർഡിലൊക്കെ കണ്ടിട്ടില്ലേ? ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർ, ദാരിദ്ര്യ കീഴെയുള്ളവർ, ലൈക്ക് BPL, APL. Above poverty line and below poverty line. So APL, BPL. So that APL, BPL categorize ചെയ്യാനുള്ള അല്ലെങ്കിൽ ദാരിദ്ര്യ രേഖ, that is poverty line, determine ചെയ്യാനുള്ള ഒരു മെത്തേഡ് ആണ് jail cost of living index. Okay, ഇത് കൊണ്ടുവന്നത് ആരാണ്? ഇറ്റ് വാസ് അസോസിയേറ്റഡ് വിത്ത് ദാദാബായ് നവറോജി. ദാദാബായ് നവറോജിയാണ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ദ ഐറ്റം ഗിവൺ ടു എ പ്രിസണർ ആൻഡ് ദ പ്രിവീലിംഗ് പ്രൈസസ് ഓഫ് ദീസ് ഐറ്റം to calculate a jail cost of living index. ഈ വഴിയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? jail cost of living index കാൽക്കുലേറ്റ് ചെയ്യുന്നത്. That is the item given to a prisoner and the prevailing prices of these items to calculate a jail cost of living index. Okay, so jail cost of living index is something that we used to determine the cost of living index, poverty line. അത് ദാദാബായ് നവറോജിയുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ളതാണ്. ദിസ് ഇസ് ജസ്റ്റ് എ കോൺസെപ്റ്റ് കൺസേണിംഗ് വിത്ത് ദ പോവർട്ടി. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ദാരിദ്ര്യ രേഖ, ലൈക്ക് നമ്മൾ പോവർട്ടി ഡിറ്റർമിൻ ചെയ്യുന്നത് എബോ ആൻഡ് ബിലോ, isn't it? Like APL and BPL. So how we are determining that poverty line, and one of the way is jail cost of living index propounded by Dadabhai Navroji. Okay, then we can learn about types of poverty. വിവിധ രീതിയിലുള്ള ദാരിദ്ര്യം നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, ക്രോണിക് പോവർട്ടി ഉണ്ട്, എന്നുവെച്ചാൽ ഭയങ്കര സീവിയർ ആയിട്ടുള്ള ദാരിദ്ര്യം ഉണ്ട്, എന്നുവെച്ചാൽ ഓൾവേസ് പുവർ, എപ്പോഴും ദരിദ്രരായിട്ടുള്ള ആളുകളുണ്ട്. നമ്മളൊക്കെ സ്ലമ്മിലൊക്കെ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഭിക്ഷക്കാർ ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ തീരെ പാവപ്പെട്ട ആൾക്കാർ, എപ്പോഴും അവരുടെ കയ്യിൽ പൈസ ഇല്ല, അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള ആളുകൾ ഇഷ്ടം പോലെ ഇല്ലേ, നമ്മളെപ്പോഴും കാണുന്ന ആളുകളില്ലേ, ഇല്ലേ? യൂഷ്വലി പുവർ, സാധാരണയായി ദരിദ്രരായിട്ടുള്ള ആളുകൾ. ഓക്കെ, ഇറ്റ്സ് ഓൾമോസ്റ്റ് സിനോണിംസ്, ദാറ്റ് ഇസ് എല്ലായ്പ്പോഴും പാവങ്ങൾ, സാധാരണയായി പാവങ്ങളായിട്ടുള്ള ആളുകൾ, isn't it? ഓക്കെ, ദെൻ സെക്കൻഡ് കാറ്റഗറൈസേഷൻ ആണ് ടൈപ്സ് ഓഫ് പോവർട്ടിയിൽ ട്രാൻസിയന്റ് പുവർ. ട്രാൻസിയന്റ് പുവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് എല്ലായ്പ്പോഴും പുവർ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല, ലൈക്ക് പുവറാണ്, പക്ഷെ അതേ സമയത്ത് അവര് ഈ ചൂഷണങ്ങളിലൂടെയൊക്കെ പാവപ്പെട്ടവരായിട്ട് മാറുന്ന ആളുകളാണ്. ഓക്കെ, ലൈക്ക് അവര് ഇപ്പൊ ബെഗേഴ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവരും ചിലപ്പോൾ ട്രാൻസിയന്റ് പുവേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരും ചേർണിംഗ് പുവർ ഒക്കെ ആയിട്ട് മാറാം, പക്ഷെ അത് ചൂഷണങ്ങളിലൂടെ ദരിദ്രരായിട്ടാവുന്ന ആളുകളെയാണ് നമ്മൾ ചേർണിംഗ് പുവർ എന്ന് പറയാം. ഓക്കെ, ദെൻ ഒക്കേഷണലി പുവർ എന്ന് പറയുന്ന സമയത്ത് അവരെപ്പോഴും ദരിദ്രരല്ല, പക്ഷെ അതേ സമയത്ത് ചില സന്ദർഭങ്ങളിൽ അവർ ദരിദ്രരാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഇപ്പം കർഷകർ ഒരു പ്രത്യേക സീസണിൽ അവർക്ക് നല്ല വിളകളുണ്ടാവുന്നു, അവര് എന്താ പറയാ, അവര് ആ വിളകളൊക്കെ വിറ്റ് അവർ സമ്പന്നരാകുന്നു. പക്ഷെ അതേ സമയത്ത് എന്ത് സംഭവിക്കും? ഇപ്പം ഈ പറയുന്ന കാർഷിക വിളകളൊക്കെ നാശം സംഭവിച്ചു, അപ്പൊ അവർക്ക് എന്ത് കിട്ടില്ല? അവർക്ക് അതിൽ നിന്നുള്ള വരുമാനം കിട്ടില്ല. അങ്ങനെ വരുമാനം കിട്ടാതാവുമ്പോൾ അവരെന്തായി? സിമ്പിൾ, അവര് ദരിദ്രരായിട്ട് മാറുന്നു. സിമ്പിൾ. സോ ദാറ്റ് ഈസ് ട്രാൻസിയന്റ്. സോ ക്രോണിക് പോവർട്ടി മീൻസ് ശരിക്കും ദരിദ്രരായിട്ടുള്ള ആളുകൾ, ഓൾവേസ് പുവർ ആണ്, എപ്പോഴും പുവർ ആയിട്ടുള്ള ആളുകൾ, സാധാരണഗതിയിൽ പുവർ ആയിട്ടുള്ള ആളുകളൊക്കെ ലൈക്ക് ക്രോണിക് പോവർട്ടിയാണ്. പക്ഷെ ട്രാൻസിയന്റ് പുവറിലേക്ക് വരുമ്പം അവര് കൂടുതലും ചൂഷണങ്ങളിലൂടെയൊക്കെ പാവപ്പെട്ട ആളുകളായിട്ട് മാറുന്നു, അല്ലെങ്കിൽ എപ്പോഴും ദരിദ്രരല്ല, പക്ഷെ ചില സന്ദർഭങ്ങളിൽ അവർ ദരിദ്രരായിട്ട് മാറുന്ന ആളുകളാണ്, ലൈക്ക് ചേർണിംഗ് പുവർ, ഒക്കേഷണലി പുവർ. ഓക്കെ, സോ ദീസ് ആർ ദ ടൈപ്സ് ഓഫ് പോവർട്ടി. Then we can discuss one of the important concept, poverty line. നമ്മൾ poverty line determine ചെയ്യുന്ന ഒരു ഇത് പഠിച്ചു, like that jail cost living index പഠിച്ചു. ഇത് ദാരിദ്ര്യ രേഖ തീരുമാനിക്കാനുള്ള ഒരു വഴി, isn't it? One of the way to determine this thing. So now what is that poverty line? ദാരിദ്ര്യ രേഖ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? Let's see. Okay, poverty line, it is the imaginary line which divides the people as poor and non-poor. ആളുകളെ പാവപ്പെട്ടവർ അല്ലെങ്കിൽ പുവർ, പാവപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ നോൺ പുവർ, അങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ലൈനാണ്, ഒരു ഇമാജിനറി രേഖയാണെന്ത് ദിസ് പോവർട്ടി ലൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് നോട്ട് എ റിയൽ വൺ, like we are saying APL and BPL, isn't there? Above poverty line and below poverty line. There is a line and that line is imaginary. നമ്മുടെ മനസ്സിലല്ലേ അങ്ങനെ ഒരു ലൈൻ ഉള്ളൂ, isn't it? The situation is that is maybe people will be above poverty line or below poverty line that we are categorizing.
സോ അല്ല നമ്മളിങ്ങനെ കൊണ്ടുവന്ന ഒരു ലൈൻ ഇങ്ങനെ കിട്ടുന്നുണ്ടോ? ലൈക്ക് ഇപ്പൊ എബോവ് പോവർട്ടി ലൈൻ ഉള്ളവരൊക്കെ ഈ ലൈൻ്റെ അപ്പുറത്ത് നിന്നാൽ മതി, ബാക്കിയുള്ളവരൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. അതൊരു ദാറ്റ് ഈസ് ആൻ ഇമാജിനറി ലൈൻ, ഇസ് ഉണ്ട്. അതെ. So poverty line, so it is an imaginary line that segregates എന്ത് ചെയ്യുന്നു, above poverty line, below poverty line എന്ന ആളുകൾ സഗ്രിഗേറ്റ് ചെയ്യുന്ന ഒരു രേഖയാണ്. ഇറ്റ് ഇസ് ആൻ ഇമാജിനറി ലൈൻ, ഇസ് ഉണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് സഗ്രിഗേറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ പോവർട്ടി ലൈനിന്റെ മുകളിൽ പോകുമ്പോൾ എബോവ് പോവർട്ടി പീപ്പിൾ വിൽ ബി എബോവ് പോവർട്ടി ലൈൻ, താഴെ ആകുമ്പോൾ ബിലോ പോവർട്ടി ലൈൻ. സോ ഓൺ ദാറ്റ് ലൈൻ ആളുകൾ എങ്ങനെയാണ്, ഐ മീൻ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യണമെങ്കിൽ there will be an imaginary line, there is an imaginary line. So people they are standing on that imaginary line will be rural ഏരിയയിലാണെങ്കിൽ എങ്ങനെ, അർബൻ ഏരിയയിലാണെങ്കിൽ എങ്ങനെ, ലെറ്റ്സ് സീ. ഓക്കെ, സോ റൂറൽ ഏരിയയിലാണെങ്കിൽ 2400 കലോറി പെർ ഡേ ഇൻടേക്ക് ഉള്ള ഒരാൾ ഓൺ ദ പോവർട്ടി ലൈനിലാണ്, പോവർട്ടി ലൈനിന് മുകളിലാണ്. അതേസമയത്ത് അർബൻ ഏരിയയിൽ 2100 കലോറി പെർ ഡേ ഇൻടേക്ക് ഉള്ള ഒരാൾ ഓൺ ദാറ്റ് poverty line മുകളിലാണ്. Okay, then based on the consumption, it is about the intake of calories based on consumption. How is it? 2012 വന്ന അപ്ഡേഷൻ പ്രകാരം based on the consumption worth rupees 816 per person a month will be on that particular line as ഓക്കെ, റൂറൽ ഏരിയയിലുള്ള ഒരാളുടെ കൺസംഷൻ, മന്ത്ലി കൺസംഷൻ എന്ന് പറയുന്നത് 816 പെർ മന്ത് ആണെങ്കിൽ അയാൾ റൂറൽ ഏരിയയിലുള്ള ഒരാളെ അയാൾ എവിടെയായിരിക്കും, ഓൺ ദാറ്റ് പോവർട്ടി ലൈനിലായിരിക്കും. അതേ സമയത്ത് അർബൻ ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് 1000 റുപ്പീസ് മന്ത്ലി സ്പെൻഡിങ് ഉള്ള ഒരാൾ അല്ലെങ്കിൽ കൺസംഷൻ ഉള്ള ഒരാൾ ഓൺ ദാറ്റ് പോവർട്ടി ലൈനിലായിരിക്കും. ഓക്കെ, സോ റൂറൽ ഏരിയയിൽ 816, ഓൺ ദി അതർ ഹാൻഡ് അർബൻ ഏരിയയിലേക്ക് വരുമ്പോൾ 1000 സ്പെൻഡ് കൺസ്യൂം ചെയ്യുമ്പോഴേ അയാൾ എവിടെ വരുന്നുള്ളൂ, ഓൺ ദാറ്റ് പോവർട്ടി ലൈനിൽ വരുന്നുള്ളൂ. ഓക്കെ, സോ നമ്പർ ഓഫ് പുവേഴ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ എത്ര ദരിദ്രരുണ്ട് അത് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്കൊരു പ്രപ്പോർഷൻ ആയിട്ട് പറയാം. ആ പ്രപ്പോർഷൻ എങ്ങനെയാണ്, നമ്മൾ ഹെഡ് കൗണ്ട് റേഷ്യോ വെച്ചിട്ടാണ് ആ പ്രപ്പോർഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഈസ് ഹെഡ് കൗണ്ട് റേഷ്യോ? ഹെഡ് കൗണ്ട് റേഷ്യോ എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് നോക്കാം. ദ നമ്പർ ഓഫ് പുവർ ഈസ് എസ്റ്റിമേറ്റഡ് ആസ് ദ പ്രപ്പോർഷൻ ഓഫ് പീപ്പിൾ ബിലോ ദ പോവർട്ടി ലൈൻ. ഓക്കെ, സോ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകളെയാണ് നമ്മൾ പുവർ എന്നുള്ള രീതിയിൽ നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, എത്ര പുവേഴ്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പേര് ഇന്ത്യയിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉണ്ടോ അത്രയും ആളുകൾ പുവേഴ്സ് ആണ്, പാവപ്പെട്ട ആളുകളാണ്. സോ ബിലോ BPL people, below poverty line people, they are poors in India. Okay. The official data on poverty is, these are just general information, that is the official data on poverty is collecting by NSSO and made available by the NEET Ayog. Okay, സോ ഈ പറഞ്ഞ പോവർട്ടി ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ടുള്ള ഒഫീഷ്യൽ ഡാറ്റ കളക്ട് ചെയ്യുന്ന ആരാണ്? NSSO, നാഷണൽ സാമ്പിളിംഗ് സർവേയിങ് ഓർഗനൈസേഷൻ ആണ്. അത് അവൈലബിൾ, അത് ബാക്കിയുള്ള ആളുകൾക്ക് ആർക്കൊക്കെയാണ് അത് ഉപയോഗിക്കേണ്ടത് അവർക്ക് അത് അവൈലബിൾ ആക്കി കൊടുക്കുന്ന ആരാണ്? നീതി ആയോഗ്. നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് ഉള്ള ഒരു സ്ഥാപനമാണ്. അത് ആളുകൾക്ക് യൂസബിൾ ആയിട്ടുള്ള രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കുന്നത്, വേണ്ട യൂസേഴ്സിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, കോസസ് ഓഫ് പോവർട്ടി, എങ്ങനെയാണ് ദാരിദ്ര്യം സംഭവിക്കുന്നത്? So it is an interesting question. Maybe നമുക്കൊക്കെ അറിയുന്ന കാര്യമായിരിക്കും, എങ്കിലും just discuss it. How this poverty is happening? Okay, low income, വളരെ താഴ്ന്ന വരുമാനം ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോവർട്ടി, ദാരിദ്ര്യം സംഭവിക്കാം. അൺഎംപ്ലോയ്മെന്റ്, ഈ ജോലി ഇല്ലാത്ത അവസ്ഥ നമ്മൾ കണ്ടു. ഇൻഇക്വാളിറ്റി ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, ഈക്വൽ ആയിട്ട് ഇൻകം ആൻഡ് വെൽത്ത് ഇല്ലാത്ത അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടു, ഇന്ത്യ എന്നെടുക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഇത്രയും ആളുകൾ ഉണ്ടെങ്കിലും ഒരു പറ്റം വളരെ മൈനർ ആയിട്ട് അറൌണ്ട് 25% ആയിട്ടുള്ള ഇന്ത്യൻ പോപ്പുലേഷനിൽ ഇന്ത്യയുടെ 99% ഓഫ് ദ വെൽത്തും കോൺസെൻട്രേറ്റഡ് ആണ്. അപ്പം എല്ലാ ആളുകളിലേക്കും ഇൻകം എത്തുന്നില്ല, വരുമാനം എത്തുന്നില്ല. അതായത് ഈക്വൽ ആയിട്ട് സമ്പത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല അക്രോസ് ഓൾ ദ പീപ്പിൾ ഇൻ ഇന്ത്യ. സോ ഇൻഇക്വാലിറ്റി ഇസ് ദർ, കോൺസെൻട്രേഷൻ ഓഫ് എക്കണോമിക് പവർ ഇസ് ദർ. സോ ദാറ്റ് ഈസ് ദ റീസൺ there are poor people in India. Okay, exploitation, പല ആളുകളും ദുരുപയോഗം ചെയ്യുന്നുണ്ട്, isn't it? ലൈക്ക് നമ്മൾ നേരത്തെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൽ കണ്ടു, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഒരു എക്കണോമിക് റിഫോംസ് ആയിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷെ പല ആളുകൾ അത് മിസ്യൂസ് ചെയ്തു, isn't it? 100 കോടിയുടെ കമ്പനി 50 കോടിയാക്കി കാണിച്ചുകൊണ്ട് അത് പർച്ചേസ് ചെയ്യുന്നു. സോ അബ്നോർമൽ ഗെയിൻ ആയിട്ട് 50 കോടി ശരിയല്ലാത്ത രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നു. അതുപോലെ പാവപ്പെട്ട ആളുകളെ മിസ്യൂസ് ചെയ്യണം. ഈ എക്കണോമിക് ഇൻഇക്വാളിറ്റി ഓഫ് ഇൻകം ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഇറ്റ് സെൽഫ് ഇസ് എ റിസൾട്ട് ഓഫ് ദിസ് എക്സ്പ്ലോയിറ്റേഷൻ. ഓക്കെ, ദുരുപയോഗത്തിന്റെ ഒരു ഫലമാണത്, isn't it? സോ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം വല്ലാതെ സംഭവിക്കുന്നുണ്ട്. സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ സെക്ടർ. സോ ഇന്ത്യയിലെ ഇപ്പോഴും ലൈക്ക്
ഇപ്പോഴും അഗ്രികൾച്ചറൽ സെക്ടറാണ് ഇന്ത്യ. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒരു പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ സെക്ടറാണ്. പക്ഷെ ആ അഗ്രികൾച്ചറൽ സെക്ടറിൽ ഉണ്ടാവുന്ന സ്റ്റാഗ്നേഷൻ, ഒരു മന്ദിപ്പ്, അതും എന്തിന് കാരണമാവുന്നു? ഇറ്റ് ഈസ് എ റീസൺ ഫോർ കോസസ് ഓഫ് പോവർട്ടി, ബിക്കോസ് അത് ഒരുപാട് ആളുകളുടെ ജീവിത മാർഗമാണ്. സോ ദാറ്റ് വി ഹാവ് ടു കൺസിഡർ, isn't it? So these are the reasons why there are many people remains as poor in India. Okay? ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യമാണ്. സോ യു ക്യാൻ ലിസൺ ഓൾ ദീസ് തിങ്സ് ലൈക്ക് എ സ്റ്റോറി, ആൻഡ് യു ഹാവ് ടു ലിസൺ ദിസ് തിങ്സ് ലൈക്ക് എ സ്റ്റോറി. പക്ഷെ അങ്ങനെ പറയുന്ന സമയത്ത് ജസ്റ്റ് തിങ്ക് വെദർ how we can change all these causes through which we can make India as a superpower. Like what once APJ Abdul Kalam sir said. Okay. Policies and programs towards poverty alleviation. Okay. Policies and programs towards poverty alleviation. ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി എന്തെല്ലാം പ്ലാനുകളാണ് ഇതുവരെ നമ്മുടെ രാജ്യം കൈക്കൊണ്ടിട്ടുള്ളത്? ഓക്കെ, പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ്. വി ആർ ഓൺലി കൺസിഡറിംഗ് ദ പ്രോഗ്രാംസ് ദാറ്റ് ഈസ് ബീങ് കണ്ടക്ടഡ് ബൈ അവർ നാഷൻ, അവർ ഗവൺമെന്റ്. ഓക്കെ, നമ്മുടെ ഗവൺമെന്റ് എടുത്ത കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഒരുപാട് അപ്രോച്ചസ് വരുന്നുണ്ട്. സോ ഫസ്റ്റ് അപ്രോച്ച് ഇസ് ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച്. ഓക്കെ, ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച് ഈ പറഞ്ഞ പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്തൊരു അപ്രോച്ചാണ്. സോ വാട്ട് ഈസ് ഗ്രോത്ത് അപ്രോച്ച്? ഓക്കെ, a rapid increase in the GDP or PCI. PCI means per capita income. Okay, ഓരോ ആൾക്കുള്ള particular income. The benefit of the economic growth would be gradually spread to all sectors of the society. Okay, എക്കണോമിക് ഗ്രോത്തിൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്ത് ചെയ്യും? എല്ലാ സെക്ടറിലേക്കും നമ്മൾ എക്കോണമിയിലുള്ള എല്ലാ സെക്ടറിലേക്കും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഒരു സെക്ടറിൽ മാത്രം കോൺസെൻട്രേറ്റ് ആവാതെ, ഇപ്പം GDP കൂടുന്നു, അതേപോലെ പെർ ക്യാപിറ്റ ഇൻകം കൂടുന്നു, വിച്ച് മീൻസ് എക്കണോമിക് ഗ്രോത്ത് ഉണ്ട്. അപ്പൊ ആ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു ബെനിഫിറ്റ് ആണ്. ആ ബെനിഫിറ്റ് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇൻഡസ്ട്രിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ ഒരു സെക്ടറിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ അക്രോസ് സെക്ടേഴ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ ദിസ് പ്രോസസ് ഇസ് സൈമൾട്ടേനിയസ്ലി നോൺ ആസ് ട്രിക്കിൾ ഡൗൺ തിയറി. ഇതിനെ നമ്മൾ ട്രിക്കിൾ ഡൗൺ തിയറി എന്നും പറയാറുണ്ട്. സോ ദിസ് ഇസ് അബൌട്ട് ഗ്രോത്ത് അപ്രോച്ച്. ഇറ്റ് ഈസ് ബീങ് ടേക്കൺ ആസ് പാർട്ട് ഓഫ് പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് എടുത്തൊരു അപ്രോച്ചാണ് ഗ്രോത്ത് അപ്രോച്ച്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? എക്കണോമിക് ബെനിഫിറ്റിനെ നമ്മൾ അക്രോസ് സെക്ടേഴ്സിലേക്ക് ഇറസ്പെക്റ്റീവ് ആയ ഡിഫറൻസിയേഷൻ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ദ പ്രോസസ് ഇസ് ഓൾസോ നോൺ ആസ് ട്രിക്കിൾ ഡൗൺ തിയറി. ഓക്കെ, അപ്പൊ നമ്മൾ ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ട്രിക്കിൾ ഡൗൺ തിയറി ഇറ്റ് ഈസ് ഫ്രം അബ്രോഡ്, പുറത്തുനിന്ന് വന്നതാണ്. ആ തിയറി നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് ഓക്കെ, നോട്ട് ഡയറക്ട്ലി ഫ്രം അവർ പോക്കറ്റ്. ദാറ്റ്സ് ഇറ്റ്. ദെൻ അതർ ദിസ് തിങ് ഫോർ പോവർട്ടി അലിവിയേഷൻ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം. എങ്ങനെയൊക്കെ എംപ്ലോയ്മെന്റ് കൊണ്ടുവരാം? അപ്പം ദാരിദ്ര്യത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നു അൺഎംപ്ലോയ്മെന്റ്. സോ അൺഎംപ്ലോയ്മെന്റ് എങ്ങനെ ഒഴിവാക്കാം? അതിന് നമ്മൾ എന്തൊക്കെ എടുത്തു എന്ന് നോക്കാം. അതിന് നമ്മൾ കൊണ്ടുവന്ന പ്രോഗ്രാംസ് ഒക്കെ നോക്കാം. സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തു. അതിലെന്തൊക്കെ വന്നു? ഓക്കെ, അല്ല സോറി, എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാംസ്. ഓക്കെ, സോ നമ്മൾ കണ്ടു എംപ്ലോയ്മെന്റ് ജനറേഷൻ, ദാറ്റ് വാസ് എ റീസൺ, isn't it? ലൈക്ക് അൺഎംപ്ലോയ്മെന്റ് വാസ് എ റീസൺ ഫോർ പോവർട്ടി. പോവർട്ടിയുടെ വലിയൊരു കാരണമായിരുന്നു അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. പോവർട്ടിക്കുള്ള വലിയൊരു കാരണമായിരുന്നു. സോ ആ അൺഎംപ്ലോയ്മെന്റ് എങ്ങനെയൊക്കെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ് ഈ പറയുന്ന എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാംസിൽ ഡീൽ ചെയ്യുന്നത്. സോ സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, നമ്മൾ ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ കണ്ടില്ല, അവർക്ക് സെൽഫ് എംപ്ലോയീസ് ആണ്, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഇപ്പം സെൽഫായിട്ട് വർക്ക് ചെയ്യുന്ന. അപ്പം അത്തരം സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ് കൊണ്ടുവന്നു. ദെൻ റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാംസ് കൊണ്ടുവന്നു, REGP. പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന കൊണ്ടുവന്നു. ദെൻ സവർണ ജയന്തി ഷഗിരി റോസ്ഗാർ യോജന കൊണ്ടുവന്നു. സ്വർണ ജയന്തി ഗ്രം സ്വർസാഗർ യോജന കൊണ്ടുവന്നു. ജവഹർ റോസാഗർ യോജന കൊണ്ടുവന്നു, JRY. നെഹ്റു റോസാഗർ യോജന കൊണ്ടുവന്നു. ഇതെല്ലാം എംപ്ലോയ്മെന്റ് ജനറേഷന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന പ്രോഗ്രാംസ് ആണ്. എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാംസിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു. എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന സമയത്ത് അൺഎംപ്ലോയ്മെന്റ് വാസ് എ റീസൺ ഫോർ പോവർട്ടി. സോ അതെങ്ങനെ ഒഴിവാക്കാം? അതിന് നമ്മൾ എന്ത് കൊണ്ടുവന്നു? എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാംസ് കൊണ്ടുവന്നു. അതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് സെൽഫ് എംപ്ലോയ്മെന്റിന് നമ്മൾ ഫോക്കസ് ചെയ്തു. അതിൽ കൊണ്ടുവന്നാണ് സെൽഫ് എംപ്ലോയ്മെന്റിന്റെ ഭാഗമായിട്ട് വന്നാണ് rural employment generation programs was there. Prime Minister's Rozgar Yojana was there. Savarna Jayanti Shagari Rozgar Yojana, Savarna Jayanti Garam Swaragar Yojana, Jawahar Rozgar Yojana, Nehru Rozgar Yojana. ഇതെല്ലാം സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തതാണ്. സോ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം, അതിന്റെ ഭാഗമായിട്ട് സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസിൽ ഇത്രയധികം പ്ലാൻസ് വന്നു. ഓക്കെ, ദെൻ
വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ആണ് നെക്സ്റ്റ്. ഓക്കെ, കൂലി അധിഷ്ഠിതമായിട്ടുള്ള എംപ്ലോയ്മെന്റ് ജനറേഷൻ, ദാറ്റ് ഇസ് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ഇസ്. ഓക്കെ, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം കൊണ്ടുവന്നു അതിന്റെ ഭാഗമായിട്ട്. ഓക്കെ, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, വാട്ട് ഇറ്റ് ഈസ്? ലെറ്റ്സ് സീ. ഇംപ്ലിമെന്റഡ് ഇൻ 2005. ഈ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്ത് 2005-ലാണ്. NREGP has now been renamed as Mahatma Gandhi National Rural Employment Guarantee Program. So ഇംപ്ലിമെന്റ് ചെയ്തപ്പം NREGP ആയിരുന്നു, ഇപ്പൊ അത് മാറ്റിയിട്ട് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്നുള്ള പേരിലേക്ക് അത് മാറ്റി. ഈ പറയുന്ന നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. It guaranteed 100 days employment in a year at a minimum wage. ഒരു മിനിമം വേജിൽ മിനിമം ഒരു വർഷം മിനിമം 100 ദിവസമെങ്കിലും എംപ്ലോയ്മെന്റ് ആളുകൾക്ക് എന്ത് ചെയ്തു? ഗ്രാന്റ് ചെയ്തു ഈ പ്രോഗ്രാം. In Kerala, this program was known as തൊഴിലുറപ്പ് പദ്ധതി. നമുക്കറിയാലോ കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലേ? തൊഴിലുറപ്പ് പദ്ധതി was nothing but National Rural Employment Guarantee Program introduced in the year 2005. Okay, ഇപ്പോ തൊഴിലുറപ്പ് പദ്ധതി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം നമ്മൾ ലൈക്ക് ആ പേര് നമ്മൾ ചേഞ്ച് ചെയ്തു. ഇപ്പൊ അതിന്റെ പേരെന്താണ്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്നാണ് ഇപ്പൊ അതിന്റെ പേര്. സോ തൊഴിലുറപ്പ് പദ്ധതി നമുക്കറിയാം. ഓക്കെ, ദെൻ നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം മറ്റൊരു പ്രോഗ്രാമാണ്. ദെൻ സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന, ഇതെല്ലാം വേജ് എംപ്ലോയ്മെന്റിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണ്. സോ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ഓർ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് തൊഴിലുറപ്പ് പദ്ധതി ഇൻ കേരള is a part of wage employment program. Another wage employment program is what? National Food for Work program ഉണ്ട് നമുക്ക്. അതേപോലെ തന്നെ സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന, ഇതെല്ലാം വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഇന്ത്യയിൽ. ഓക്കെ, അപ്പൊ സെൽഫ് എംപ്ലോയ്മെന്റ് കഴിഞ്ഞു നമ്മൾ കണ്ടു. ദെൻ വേജ് എംപ്ലോയ്മെന്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദെൻ വേജ് എംപ്ലോയ്മെന്റ് നമ്മൾ കണ്ടു. ദെൻ പ്രൊവൈഡിങ് മിനിമം ബേസിക് അമെനിറ്റീസ്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ്. സോ നമ്മൾ കണ്ടു സെൽഫ് എംപ്ലോയ്മെന്റിൽ ഫോക്കസ് ചെയ്തു, വേജ് എംപ്ലോയ്മെന്റ് കൂലി അധിഷ്ഠിതമായ എംപ്ലോയ്മെന്റിൽ ഫോക്കസ് ചെയ്തു. ദെൻ നമുക്ക് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാം, അതിനുവേണ്ടി ഗവൺമെന്റ് എന്തൊക്കെ ചെയ്തു, നമ്മുടെ രാജ്യം എന്തൊക്കെ ചെയ്തു നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ഓക്കെ, ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസ് കൊണ്ടുവന്നു. ബേസിക് നീഡ്സിൽ ഒന്നാണല്ലോ ഭക്ഷണം. അപ്പൊ ഭക്ഷണത്തിന് വേണ്ടി ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസ് കൊണ്ടുവന്നു. ഓക്കെ, ദെൻ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കൊണ്ടുവന്നു. PDS, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, നമ്മുടെ റേഷൻ കടയൊക്കെ അങ്ങനെയുള്ളതാണ്. ഓക്കെ, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെന്റ് സ്കീം കൊണ്ടുവന്നു. ഓക്കെ, കുട്ടികൾക്ക് വേണ്ടി ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെന്റ് സ്കീം കൊണ്ടുവന്നു. ദെൻ മിഡ് ഡേ മീൽ അറ്റ് സ്കൂൾ, സ്കൂളുകളിൽ നമുക്കറിയാം ഉച്ചഭക്ഷണം കൊടുക്കുന്ന പദ്ധതി അങ്ങനെ ഒന്നാണ്. അന്നപൂർണ സ്കീം കൊണ്ടുവന്നു. ഓക്കെ, അന്നപൂർണ സ്കീം കൊണ്ടുവന്നു. ദെൻ അന്ത്യോദയ അന്ന യോജന, ഈ പ്രോഗ്രാംസ് ഒക്കെ കൊണ്ടുവന്നു. ബേസിക് നീഡ്സ് എന്ന് പറയുന്ന ഗവൺമെന്റ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഭക്ഷണത്തിലാണ്. ഓക്കെ, സോ ഭക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസ് കൊണ്ടുവന്നു. പ്രൊവൈഡിങ് മിനിമം ബേസിക് അമ്യൂണിറ്റീസ്, മിനിമം ബേസിക് അമ്യൂണിറ്റീസിൽ ആദ്യം തന്നെ ഭക്ഷണം വരില്ലേ, ഭക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്നാണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഞാൻ പറഞ്ഞ പോലെ ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെന്റ് സ്കീം കൊണ്ടുവന്നു. മിഡ് ഡേ മീൽസ്, അന്നപൂർണ സ്കീം, അന്ത്യോദയ അന്ന യോജന, ഇതെല്ലാം ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസിന്റെ ഭാഗമായിട്ട് ബേസിക് അമ്യൂണിറ്റീസിൽ ഗവൺമെന്റ് കൊണ്ടുവന്ന കാര്യങ്ങളാണ് ഇൻ ഇന്ത്യ. ദെൻ സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് എന്തൊക്കെ ചെയ്തു? സോ നമ്മൾ കണ്ടു സെൽഫ് എംപ്ലോയ്മെന്റ്, ദെൻ വേജ് എംപ്ലോയ്മെന്റ്, ദെൻ ഈ പറയുന്ന ഫുഡ് സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് അമ്യൂണിറ്റീസ് നമ്മൾ കണ്ടു. സോ സെൽഫ് എംപ്ലോയ്മെന്റ്, വേജ് എംപ്ലോയ്മെന്റ്, ബേസിക് അമ്യൂണിറ്റീസ്. ബേസിക് അമ്യൂണിറ്റീസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഭക്ഷണം, ഫുഡ് സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി റിലേറ്റഡ് പ്രോഗ്രാംസ് കണ്ടു. ദെൻ നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് എന്തൊക്കെ കൊണ്ടുവന്ന് നോക്കാം. ആം ആദ്മി ബീമ യോജന കൊണ്ടുവന്നു. ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം കൊണ്ടുവന്നു. രാഷ്ട്രീയ സ്വാസ്ഥിക ബീമ യോജന കൊണ്ടുവന്നു. അതാൽ പെൻഷൻ യോജനയൊക്കെ എന്ത് ചെയ്തു? ഈ പറയുന്ന സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, സോ സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, ഈ പോവർട്ടി അലിവിയേഷന് വേണ്ടി ഗവൺമെന്റ് ചെയ്യുന്നതൊക്കെയാണ് സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, ദെൻ ബേസിക് കമ്മ്യൂണിറ്റീസ്. ബേസിക് കമ്മ്യൂണിറ്റീസിൽ വരുന്നതാണ് ഏതൊക്കെ? ഈ പറയുന്ന പോലെ ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം, ഫുഡ് സേഫ്റ്റി പ്രോഗ്രാം, അതേപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാം. ഓക്കെ, സോ നമ്മൾ പോവർട്ടി കണ്ടു, ആരൊക്കെയാണ് ദരിദ്രം എന്ന് കണ്ടു. പിന്നെ നമ്മൾ എന്തൊക്കെ കണ്ടു? നമ്മൾ പോവർട്ടി എങ്ങനെ അലീവിയേറ്റ് ചെയ്യുന്നത് കണ്ടു. അതിന്റെ ഭാഗമായിട്ട് കുറെ പ്രോഗ്രാംസ് നമ്മൾ കണ്ടു. പക്ഷേ ഈ പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാംസ് ഒക്കെ നന്നായിട്ട് നടന്നോ? അല്ലേ? അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടിയോ? അതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതൊന്ന് ക്രിട്ടിക്കലി അസസ് ചെയ്ത് നോക്കണം. ലെറ്റ് സീ വാട്ട് ഹാപ്പൻ. ഓക്കെ,
So, critical assessment of poverty alleviation programs in India. India is not there. It is in India only, isn't it? We are discussing in our country, about our country. So, despite a variety of approaches, we have approaches, growth approach, when it comes to poverty alleviation programs, we have self-employment program, wage employment program, basic amenities, ഈ പറയുന്ന പോലെ ഫുഡ് സേഫ്റ്റി, സോഷ്യൽ സെക്യൂരിറ്റി, ഇതെല്ലാം കണ്ടു. അപ്രോച്ചസ്, പല രീതിയിലുള്ള അപ്രോച്ചസും പ്രോഗ്രാംസും നമ്മൾ കണ്ടു. പക്ഷേ ഇതെല്ലാം വേണ്ട രീതിയിൽ ഉപയോഗപ്രദമായോ അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടിയോ? ഡിസ്പൈറ്റ് എ വെറൈറ്റി ഓഫ് അപ്രോച്ചസ്, പ്രോഗ്രാംസ് ആൻഡ് സ്കീംസ് ടു അലീവിയേറ്റ് പോവർട്ടി, ഹങ്ങർ, മാൽനറിഷ്മെന്റ്, ലിറ്ററസി ആൻഡ് ലാക്ക് ഓഫ് ബേസിക് അമ്യൂണിറ്റീസ് കണ്ടിന്യൂ ഇൻ ഇന്ത്യ. ഈ പ്രോഗ്രാംസും അപ്രോച്ചസും എല്ലാം കൊണ്ടുവന്നെങ്കിലും ബേസിക് ആയിട്ടുള്ള ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലൈക്ക് ഹങ്ങർ, വിശപ്പ്, ദാരിദ്ര്യം, മാൽനറിഷ്മെന്റ്, ദാറ്റ് ഈസ് ഈ പോഷകാഹാരക്കുറവ്, ലിറ്ററസി, വിദ്യാഭ്യാസം, ഇതെല്ലാം ഇന്ത്യയിൽ ഇപ്പോഴും ബേസിക് കിട്ടാതെ നിലനിൽക്കുകയാണ് ഒരുപാട് ആളുകൾക്ക്. ഓക്കെ, സോ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? മേജർ ഡ്രോബാക്സ് ആർ, അതായത് ഈ പ്രോഗ്രാംസ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്തിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, അതിന്റെ റീസൺസ് ആണ്. എന്തുകൊണ്ട് ആളുകൾക്ക് ഇപ്പോഴും ദാരിദ്ര്യം ആളുകൾ സഫർ ചെയ്യുന്നു? സോ പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് ആർ നോട്ട് ദാറ്റ് മച്ച് സക്സസ്. വാട്ട് ആർ ദ റീസൺസ് ഫോർ ദാറ്റ്? അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇൻസഫിഷ്യന്റ് എമൗണ്ട് ഓഫ് ദ പ്രോഗ്രാംസ്, വേണ്ടത്ര പ്രോഗ്രാംസ് ഉണ്ടോ? വേണ്ടത്ര പ്രോഗ്രാംസ് ഇല്ല. ഓക്കെ, ഫെയിലിയർ ഇൻ ഇംപ്ലിമെന്റിംഗ് പ്രോഗ്രാംസ്, ഉള്ള പ്രോഗ്രാംസ് ശരിയായ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതിൽ വരുന്ന പാളിച്ചകളുണ്ട്. ഓക്കെ, ദ റിസോഴ്സസ് ഇൻസഫിഷ്യന്റ്ലി യൂസ്ഡ് ആൻഡ് വേസ്റ്റ്. ഓക്കെ, വേണ്ട ശരിയായ രീതിയിൽ ഉള്ള റിസോഴ്സസ് എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല. ഇനി ഉപയോഗിക്കുന്നതൊക്കെയോ കുറേയൊക്കെ വേസ്റ്റ് ആക്കി കളയുന്നു. അപ്പാർട്ട് ഫ്രം ഓൾ, കറപ്ഷൻ ഈസ് ദെയർ, അഴിമതി ഉണ്ട് ഇല്ലേ? കിട്ടേണ്ട ആൾക്ക് കൊടുക്കാതെ അഴിമതി കാണിക്കുന്ന ആളുകളുണ്ട്. ദെൻ നെപ്പോറ്റിസം, സ്വജനപക്ഷപാതം. നെപ്പോറ്റിസം മീൻസ് സ്വജനപക്ഷപാതം, അതായത് എൻ്റെ ആളുകൾക്ക് മാത്രമേ ഞാൻ കൊടുക്കൂ, ബാക്കിയുള്ളവർക്ക് കൊടുക്കില്ല. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. പൊളിറ്റീഷ്യൻസിനൊക്കെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ദെൻ റെഡ് ടാപ്പിസം, ചുവപ്പ് നാടെ കുടുങ്ങിക്കിടക്കുക, ഒരു കുടുങ്ങിക്കിടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഓഫീസിലൊക്കെ ചെന്നാൽ കാണാൻ പറ്റും, ആ ചുവപ്പ് ഫയൽ അങ്ങനെ കെട്ടിക്കിടക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കുന്നതായിരിക്കും, ഒരു സൈൻ ചെയ്താൽ മതിയാവും, പക്ഷെ അവരത് ചെയ്യില്ല, അത് അവരങ്ങനെ കെട്ടിക്കിടക്കും. സോ അതുകൊണ്ട് തന്നെ എത്രയോ ഫയൽസ് മൂവ് ആവാതെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയോ ഡെവലപ്മെന്റ് ആണ് അവിടെ മൂവ് ആവാതെ. ഒരു ഫയലിൽ കിടക്കുന്നത് ചിലപ്പോൾ ഒരു പ്രോജക്റ്റ് ആയിരിക്കും, ആ പ്രോജക്റ്റ് വഴി വരാവുന്ന ഒരു പോസിബിൾ ഡെവലപ്മെന്റ് ആയിരിക്കും. സോ ഒരു സൈൻ മിസ്സാവുന്നതിലൂടെ ആ ചുവപ്പുനാട് ചിത്രീകരിക്കുന്നു, ഭാവിയിൽ വരാവുന്ന ഒരു ഫ്യൂച്ചർ ഡെവലപ്മെന്റ് അവിടെ സ്റ്റക്ക് ആയിട്ട് കിടക്കുകയാണ്. സോ ദീസ് ആർ ദ റീസൺസ് വൈ പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് ആർ നോട്ട് ബിക്കമിങ് സക്സസ് ഇൻ ഇന്ത്യ. ഓക്കെ, അതുകൊണ്ടാണ് പാവപ്പെട്ട ആളുകൾ ഇപ്പോഴും പാവപ്പെട്ടവരായിട്ട് റിമൈൻ ചെയ്യുന്നത്. സോ ഇതെല്ലാം നിങ്ങൾ പഠിച്ചു. ദെൻ യു ക്യാൻ തിങ്ക് ഓഫ് ചേഞ്ചിങ് ഓൾ ദീസ് തിങ്സ്. ഓക്കെ, സോ ദാറ്റ് ഇസ് വാട്ട് ഐ ഫെൽ ലൈക്ക്. നമ്മൾ കണ്ടു ആരൊക്കെയാണ് പാവങ്ങൾ, എന്താണ് പോവർട്ടി എന്ന് പറയുന്നത്, എങ്ങനെ നമുക്ക് അതിനെ കാറ്റഗറൈസ് ചെയ്യാം. പിന്നെ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ അത് ഒഴിവാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ എടുത്ത അപ്രോച്ചസ് അല്ലെങ്കിൽ പ്രോഗ്രാംസ്, എന്തുകൊണ്ട് ആ പ്രോഗ്രാംസ് ഫലവത്താവാതെ വന്നു, ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ നമുക്ക് കിട്ടി. ഇത് നമ്മുടെ ചുറ്റുപാട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. സോ ആഫ്റ്റർ ലിസണിങ് ഓൾ ദോസ് തിങ്സ്, ആഫ്റ്റർ ലൈക്ക് ലേണിംഗ് ഓൾ ദോസ് തിങ്സ്, ജസ്റ്റ് അത് നമ്മൾ കീപ്പ് ചെയ്തിട്ട് കാര്യമില്ല, പകരം ഇതെങ്ങനെ ഒഴിവാക്കാം അതിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. Thank you.